ഹലോ ഫ്രണ്ട്സ്, കാര്യത്തെക്കൊണ്ട് വരാനിരിക്കുന്ന ഒരു സ്റ്റോറിയിലേക്ക് ഇവരെ സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ സുനന്ദയുടെ അച്ഛനും അമ്മയും സുഭാഷിൻ്റെ കാലം വീഴുവാണ്. എങ്ങനെയും മോനെ ഞങ്ങളുടെ കൊച്ചിനെ തിരിച്ചത് അവൾക്ക് വിവരമില്ല, ബുദ്ധിയില്ലാത്ത രീതിയിൽ നിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ, കാരണം ഞാൻ അവളുടെ ജീവിതം നാളത്തെക്കുറിച്ച് ചിന്തിക്കണം നമ്മൾ. കാരണം ഞങ്ങൾ ഒറ്റ കൊച്ചാണ്, അവൾക്ക് വേണ്ടി ഞങ്ങൾ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്ത്, കാരണം രണ്ടാമത് പകരം വെക്കാൻ വേണ്ടി, പകരം സ്നേഹം കൊടുക്കാതിരിക്കാൻ വേണ്ടി ഒറ്റ കൊച്ചിൽ നിർത്തിയതാണ് ഞങ്ങൾ. അങ്ങനെ അവളെ പൊന്നുപോലെ വളർത്തിയാണ്. നിൻ്റെ അടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുന്ന കഷ്ടപ്പാടും ദുരിതങ്ങൾ മാത്രമാണ്. എങ്ങനെയായാലും ഞങ്ങളുടെ കൊച്ചിനെ തിരിച്ചതാന്ന് പറയുമ്പോഴത്തേക്ക് മനസ്സലിവാണ് നമ്മുടെ സുഭാഷ്. അതായത് സുഭാഷിനെ തേടി വന്ന, സുഭാഷിനെ സ്വന്തമാക്കാൻ വേണ്ടി, സുഭാഷിനോട് ജീവിക്കാൻ വേണ്ടി ആഗ്രഹിച്ച ആ പെണ്ണിനെ വേദനിപ്പിക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ സുഭാഷ് നേരെ വന്നിട്ട് സുനന്ദയോട് പറഞ്ഞു, സുനന്ദ, നീ നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ പോകണം, വീട്ടിൽ പോയി അവിടെ തന്നെ നിൽക്കണം. കാരണം നിങ്ങളുടെ അച്ഛനും അമ്മയും പറയുന്ന ചെറുക്കനെ കല്യാണം കഴിച്ച് ജീവിക്കണം, എന്നെ നീ നോക്കണ്ട, എന്നെ നീ പ്രതീക്ഷിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ഞെട്ടിത്തിരിക്കുകയാണ്. നമ്മുടെ സുഭാഷിൻ്റെ അച്ഛനും അനിയന്മാരും നിധി എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ഉടനെ പറയുന്നുണ്ട്, സുഭാഷേട്ടൻ എന്താ ഈ പറയുന്നത്? കാരണം ഇത്ര നേരം സുഭാഷേട്ടൻ താലി വരെ എടുത്ത് എന്നെ കെട്ടാന്ന് പറഞ്ഞ്, പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് തന്നെ മനം മാറ്റം ഉണ്ടായില്ല. ഇതിൻ്റെ കാര്യം എന്താ? എനിക്ക് അറിയുന്നില്ല, ചേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിയുന്നില്ല. ഒന്നും ഉദ്ദേശിക്കുന്നില്ല, നീ നിൻ്റെ വീട്ടിൽ പോയാൽ മതി. ഒരു പ്രാവശ്യം ഞാൻ ആഗ്രഹിച്ച സമയത്ത് നീ വന്നില്ല, ആ സമയത്ത് നിനക്ക് വേണ്ടി അമ്പലത്തിൽ വെയിറ്റ് ചെയ്തു, എല്ലാവരും നാണം കേട്ടു. ഈ സമയത്താണ് ഇപ്പം നിൻ്റെ കല്യാണമൊക്കെ ആലോചിച്ച് ഒരു രണ്ട് കുടുംബം തമ്മിൽ അറിഞ്ഞതിന് ശേഷം ആ സമയത്ത് നീ വന്ന് കല്യാണം ആലോചിക്കുന്നു. അല്ല നീ ഇപ്പോൾ ഒളിച്ചോടി വന്നു, അല്ല നീ ഇപ്പം എന്നോട് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഈ സമയത്ത് ഞാൻ എങ്ങനെ നിന്നെ വിശ്വസിക്കും? കാരണം ഞാൻ മാത്രമല്ല, ഇനിയിപ്പം രണ്ട് കുടുംബത്തിൽ, കാരണം നിൻ്റെ കുടുംബം അവരുടെ കുടുംബം ഒന്നും ആരെയും വേദനിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നത്, നീ നിൻ്റെ പണിക്ക് പോകുമെന്ന് പറഞ്ഞു വിടുവാണ്. ഉടനെ അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇനിയിപ്പം സുഭാഷ് സ്വീകരിക്കാൻ നിന്ന് പറഞ്ഞാൽ പോലും അല്ല സുനന്ദയ്ക്ക് വേണമെന്ന് പറഞ്ഞാൽ സുഭാഷിനെ കൊണ്ട് സ്വീകരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്ക് സുനന്ദ ഇറങ്ങി പോവാണ്, അച്ഛൻ്റെ അമ്മേനും കൂടെ ഇറങ്ങി പോവാണ്. അപ്പം അനിയന്മാരും അച്ഛനും എല്ലാം കുറ്റം പറയാം, നീ എന്താ പരിപാടി കാണിച്ചേ? ചേട്ടാ എന്താ പരിപാടി കാണിച്ചേ? ആ കൊച്ച് ഇറങ്ങി വന്നില്ല, ചേച്ചി ഇറങ്ങി വന്നില്ല, ചേച്ചി നിനക്ക് വേണ്ടി നിൻ്റെ കൂടെ അല്ല ജീവിക്കാൻ വേണ്ടി ഇറങ്ങി വന്നില്ല ചേട്ടാ, എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതൊക്കെ ചോദിക്കും. ഉടനെ എന്ന് പറയാം, അല്ലടാ അവിടെ പോയി ജീവിക്കട്ടെ, അവരുടെ കൂടെ ജീവിക്കുന്നത് നല്ലതെന്ന് പറയുമ്പോഴത്തേക്ക് അത് പറ്റത്തില്ല സുഭാഷ് ചേട്ടാ, കാരണം അവൾ നാളെ ആണെങ്കിലും സമയമുണ്ട്, നാളെ വരെ ടൈമുണ്ട്, എങ്ങനെയും മണ്ഡപത്തിൽ തന്നെ വിളിച്ചിറക്കിക്കൊണ്ട് അങ്ങനെ ഒരു സീനൊക്കെ നമ്മൾ കാണുന്നുണ്ട്, തമിഴ് സീനിൻ്റെ പാതിൽ കാണുന്നുണ്ട്. അതായത് മണ്ഡപത്തിൽ പോയി കെട്ടുന്നതിൻ്റെ ഒരു മുഹൂർത്ത ടൈമിന് മുമ്പ് വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത്, പിന്നെ അവരുടെ വീട്ടിൽ പോയി അടിയിട്ടിട്ടാണെങ്കിലും വിളിച്ചുകൊണ്ട് വരുന്ന സീനുകളൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് സുഭാഷിനെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, എങ്ങനെയെങ്കിലും മര്യാദയ്ക്ക് കൊച്ചിനെ വിളിച്ചുകൊണ്ട് വന്നോണം എന്നുള്ളൊരു അച്ഛൻ പറയുന്നുണ്ട്. നിധി മാത്രം വലിയ രീതിയിൽ കമ്പൽ ചെയ്യുന്നില്ല, കാരണം ഞാൻ നിധി ഇതിലിത് വലിയ വിഷയമാക്കണ്ടെന്ന് ഓർത്തിട്ട് നിധി മാത്രം വലിയ കമ്പൽ ചെയ്യുന്നില്ല. നിധി പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, വന്നോ, സുഭാഷേട്ടന് ഇഷ്ടമുണ്ടെങ്കിൽ കെട്ടട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം വേണ്ടാന്ന് വെക്കുവാണെങ്കിൽ വേണ്ടാന്ന്, അതിന് പുറകെ നടക്കേണ്ട ആരും ഇല്ല എന്നുള്ള രീതി വലിയ രീതിയിൽ കമ്പൽ ചെയ്യുന്നില്ല. എന്നാലും നിധിയും കൂടെ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നത് ഈ ചെയ്തത്. അതൊരു പെങ്കൊച്ച് പാതിരാത്രി അവളെ വീട് വിട്ട് ഇറങ്ങി വന്നിട്ട് സുഭാഷ് സ്വീകരിക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ കാണിക്കുന്നത്, പിറ്റേ ദിവസം രാവിലെ അതായത് സുഭാഷിനൊക്കെ അച്ഛൻ പുറത്ത് പോയിട്ട് തിരിച്ച് വന്നിട്ട് കയറി പറയാം, ഇപ്പം എന്താ പരിപാടി നീ കാണിച്ചിരുന്നില്ലേ? കാരണം ഇപ്പം നാട്ടുകാരെല്ലാം നോക്കി നിൽക്കി, ഇപ്പം എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എനിക്കാണ് കിട്ടിയൊരു അവസരമായിരുന്നു. അതായത് അവനെയും അവൻ്റെ ഭാര്യയും ഇല്ലാതാക്കി അവരെ നാണം കെടുത്താനുള്ളൊരു അവസരമായിരുന്നു, നീയായിട്ട് കളഞ്ഞു. ഇപ്പോഴെനിക്കൊരു കാര്യം മനസ്സിലാകുന്നത്, കഴിഞ്ഞ പ്രാവശ്യം ആ കൊച്ച് ഇറങ്ങി വന്നിട്ട് ഞാനാ കുറ്റപ്പെടുത്തി അവളെ. ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം ചോദിക്കുകയും ചെയ്തു അവളോട്, നീ കുറച്ച് മുമ്പ് ഇന്നലെ വൈകിട്ട് ചോദിക്കുകയും ചെയ്ത്, നീ ചതിച്ചല്ലേടി എൻ്റെ മോനെ, നിന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ലെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സുഭാഷ് പറയുന്നുണ്ട്, അത് എനിക്ക് തോന്നുന്നുണ്ട് അച്ഛാ, ഇന്ന പോലെ ആ ചേച്ചി ഇറങ്ങി വന്ന സുഭാഷേട്ടൻ മാത്രമാണ് സുഭാഷേട്ടനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. സുഭാഷേട്ടൻ അന്ന് കാത്തിരുന്നു, അന്നും ചേച്ചി ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അവളെ അടിച്ച് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു, അതുപോലെ കഴുത്തിന് കത്തി വെച്ചിട്ട് നിൽക്കുകയോ ചെയ്ത്, അതുകൊണ്ട് മാത്രം ആ ചേച്ചി അന്ന് വരാതെ. ഇന്നിപ്പോൾ ഈ ചേച്ചിക്ക് അവസരം കിട്ടിയപ്പോൾ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് എന്തുകൊണ്ട് സ്വീകരിച്ചില്ല? സുഭാഷേട്ടന് ഒരു മനസ്സാക്ഷിയില്ല, സുഭാഷേട്ടന് ഒരു കരുണയില്ല. ആ ചേച്ചി ഇനിയിപ്പം അറിയാത്തൊരു വ്യക്തികളോട് പോയി ജീവിക്കുന്ന ഒരു സ്റ്റേജ് വരുവാണ്. ഇതൊക്കെ ഒരു നല്ല മനുഷ്യൻ ചെയ്യുന്നതാണ്. ഒരു പെണ്ണിൻ്റെ കണ്ണുനീര് വീണ് കഴിഞ്ഞാൽ എന്തൊക്കെ അവസ്ഥ ചേട്ടനും മനസ്സിലാകത്തില്ലെന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, എടാ ആ കൊച്ചിന് നമ്മളെക്കാട്ടും വലിയ രീതിയിലുള്ള ജീവിത രീതിയായിരുന്നു. മാത്രമല്ല അവൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഇപ്പം നിധി അനുഭവിക്കുന്ന ഒരു ബാത്റൂം പോലും ചോദ്യം തന്നെ നമുക്ക് കെട്ടിക്കൊടുക്കാൻ പറ്റാത്തൊരു സ്റ്റേജാണ് നമ്മൾ നിൽക്കുന്നത്. അവൾ പോയി ജീവിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പറഞ്ഞു വന്നിട്ട് സുഭാഷ് വന്നിട്ട് പെട്ടെന്ന്
ജോലിക്ക് പോവുകയാണ്. ജോലിക്ക് പോയിട്ട് ജോലിക്ക് അവിടെ ജോലിക്ക് പോകുമെന്ന് പറഞ്ഞാൽ പോലും ചുമന്നിട്ട് ജോലിയും ചെയ്യാൻ പറ്റത്തില്ല. ജോലിക്ക് പോയിട്ട് ഇപ്പോൾ ഒരു പാതി വഴി കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് തിരിച്ച് വരും. തിരിച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ സുനന്ദ കല്യാണം കഴിഞ്ഞ് താലിയൊക്കെ കെട്ടി വന്നു കഴിയുമ്പോഴത്തേക്ക് ചെറുക്കനെ സുനന്ദയും കാണുന്നുണ്ട്. അപ്പോൾ സുനന്ദ ഒന്ന് തറപ്പിച്ച് നോക്കുന്നുണ്ട് നമ്മുടെ സുഭാഷ്. എന്നിട്ട് അകത്ത് കയറുമ്പോഴത്തേക്ക് നിധിയെ ഇങ്ങനെ കൈക്ക് പിടിച്ച് നിന്നിട്ട് പൊട്ടിക്കരയുവാണ്. അതായത് എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും എനിക്കറിയത്തില്ല നിധി, കാരണം എനിക്ക് വിഷമമുണ്ട്, പക്ഷേ എനിക്ക് അവളെ രക്ഷപ്പെടുത്തിയേ പറ്റൂ, ഈ ഒരു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയേ പറ്റൂ. പറഞ്ഞാൽ നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ടൊരു അനുഭവം എനിക്കൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. നിനക്ക് മനസ്സിലാകും, നീ ഇവിടെ വന്നിട്ട് അനുഭവിക്കുന്ന രീതി മനസ്സിലാകുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ വേണ്ടാന്ന് വെച്ചതെന്ന് മനസ്സിലാകുന്നത്. നിധി പറയാൻ പോട്ടെ സുഭാഷേട്ട, ഇപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ട് എന്ന് പറഞ്ഞൊരു സീനാണ് നമ്മൾ ഇനി വരാനിരിക്കുന്ന ഇതിൽ കാണുന്ന നമ്മൾ കാത്തിരിക്കാൻ പോകുന്നത്. അപ്പം ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ഇവിടെ പറയുന്നത് സൈനിങ് ഓഫ്. താങ്ക് യു.